ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ തിരിച്ചു പോകുക കേട്ടോ. ഉമ്മാനെ കൊണ്ടാക്കാനായിട്ട് ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. വേറെയും കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മൂൻ്റെ മുടി ഒന്ന് വെട്ടാനും വയ്ക്കണം, കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. മക്കൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. പോകാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴ തന്നെയാണ് കേട്ടോ. അങ്ങനെ നേരെ എൻ്റെ വീട്ടിൽ പോയത്. വീട്ടിൽ പോയി ഉമ്മാൻ്റെ കവറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഉമ്മ നല്ല പർദ്ദയാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കാണ്ട് പഴയ പർദ്ദയിട്ട് പോരാ വിചാരിച്ചു. കാരണം ഉമ്മേനെ ഓനെ മുടി വെട്ടാൻ പിടിക്കൽ. അപ്പോൾ നല്ല പർദ്ദയിലും വെറുതെ മുടിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് പിന്നെ അപ്പം തന്നെ വേഗം ഇറങ്ങിട്ടോ. വേഗം ഷോപ്പിലേക്ക് പോയി. ഷോപ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ ഓൻ കരച്ചു തുടങ്ങി കേട്ടോ. ഓന് കട കണ്ടപ്പോഴേ അവനക്ക് കാര്യം മനസ്സിലായി. ഉമ്മ എങ്ങനെയൊക്കെ പിടിച്ച് അവൻ്റെ മുടിവെട്ടിലേതും കംപ്ലീറ്റ് ആക്കി. അതൊക്കെ കഴിഞ്ഞ് കാറൊക്കെ കയറിയപ്പോൾ തന്നെ പിന്നെ കരച്ചിലൊക്കെ മാറി ഓന് ഹാപ്പിയായി. പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. ഓനും ഉമ്മാനെയും അവിടെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാൻ. അല്ല ഓനും കൊണ്ട് ഷോപ്പിങ്ങിന് പോയാൽ ഒന്നും നടക്കൂല. ഉമ്മാക്ക് 2 തോർത്തുകൊണ്ട് വാങ്ങണം പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെയായിട്ട് ഇപ്പോൾ ഈ ഷോപ്പിലേക്ക് വന്നത്. ഇത് ഞങ്ങൾ നാട്ടിലുള്ള രാധാസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ആട്ടോ. ഞാൻ ഒരുവിധ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇങ്ങോട്ട് തന്നെ വരല്. അങ്ങനെ പോയി അവിടെ തോർത്തുണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് ടോപ്പിൻ്റെ കണ്ണുപെട്ടിട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അപ്പോൾ പിന്നെ അതൊന്ന് ഇട്ട് നോക്കിക്കാണ്ട് എങ്ങനെ ഉണ്ടെന്ന് ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തപ്പോൾ മൂപ്പർക്കും നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ അതും പാക്ക് ചെയ്തു. ഇതാണ് കേട്ടോ ഞാൻ അടുത്ത കോഡ് സെറ്റ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ കൊച്ചിലേ ഉള്ളൊരു ഷോപ്പാട്ടത്. ഇത് കുറച്ച് മാറിയിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 3 മാസമായിട്ടുള്ളൂ ഇവിടേക്ക് മാറ്റിയിട്ട്. ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ കൂട്ടി കുറച്ചും വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷോപ്പുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മഞ്ചേരിക്ക് പോകേണ്ടി വരാറില്ല. ഒരുവിധം നല്ല കളക്ഷനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ചേച്ചിയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഈ സൂപ്പർ മാർക്കറ്റിലാട്ടോ ഷോപ്പിങ്. അങ്ങനെ അവിടെ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് നേരെ നടന്നു കേട്ടോ. അങ്ങനെ ആദ്യം ഓൽക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ തബ്നയിൽ നിങ്ങൾ കണ്ട പോലെ പുതിയ തുടക്കത്തിലേക്കുള്ള ഷോപ്പിങ്ങും കൂടിയാണിത്. അങ്ങനെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തു. ഉപ്പേരിക്ക് എന്തെങ്കിലുമൊക്കെയാണ് കാര്യമായിട്ട് വേണ്ടിയിരുന്നത്. അപ്പം അതൊക്കെ വേഗം അവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഫ്ലോർക്ക് കയറി. അവിടെയാണ് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഈ ബാഗ് ഒന്ന് സെലക്ട് ചെയ്തു കേട്ടോ. ഞാൻ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാഗ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിലെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതിന് ഹസ്ബൻഡ് വന്നു. അങ്ങനെ നേരെ എൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. അവിടെയാണല്ലോ കുട്ടീനെ ആക്കിയത്. കുട്ടീനെ എടുത്തിട്ട് വേണം ഞാൻ തിരിച്ചു പോവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആർക്കും മറക്കരുതേ. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അമ്മ ഫുഡൊക്കെ കൊടുത്തിരുന്നു കുട്ടിക്ക്. അപ്പോഴേക്കും നേരം കുറച്ച് വൈകിയിരുന്നു കേട്ടോ. പിന്നെ വേഗം അവിടെ ഒന്നും നിന്നില്ല. വേഗം കുട്ടീനെ എടുത്ത് കണ്ട് ഞങ്ങൾ തിരിച്ചു കണ്ട് ഇങ്ങോട്ട് ചെറുട്ടിക്ക് പോകുകയും ചെയ്തു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ, സീ യു.